ആ നിന്റെ അമ്മ ഒരുങ്ങി നിൽക്കുവാന്നോ? അമ്പലത്തിലോട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞായിരുന്നു. ആ അമ്മ വീട്ടിലുണ്ട്. ആഹാ, അതെ, രതി ചേച്ചി ഉണ്ടോ? അപ്പുറത്തുണ്ടടാ, ചെല്ല്. രതി ചേച്ചി, ഓ, പുസ്തകവും വീക്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചോളൂ. എന്നാ ഞാൻ പോട്ടെ. ശരി. വിളിക്കുന്നിടത്ത് വരും, പറയുന്ന പോലെ ചെയ്യും. ആര്? ആരെയും. മഹാറാണിമാരെ പോലും ഈ വിദ്യ പ്രയോഗിച്ചിട്ടാണ് പഴയ മഹാന്മാര് കയ്യിലെടുത്തിട്ടുള്ളത്. എന്ത് വിദ്യ? വശ്യം. വശ്യം? ഭസ്മം. എന്ത് ഭസ്മം? മന്ത്രഭസ്മം. വശീകരിക്കാനായിട്ട് നോട്ടമിട്ടിരിക്കുന്ന പെണ്ണിനെ അതുകൊണ്ടൊരു കുറിയിട്ട് ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ അവൾ ഇങ്ങോട്ടും ഒന്ന് നോക്കണം. സംഗതി ഏറ്റതാ. ആ പിന്നെ അതിനൊരു മുറയൊക്കെ ഉണ്ട്. കുളിച്ച് ശുദ്ധമായിട്ടേ ഭസ്മം തൊടാവൂ. തൊട്ടാ പിന്നെ അവൾ ആ കുറി കാണുന്നത് വരെ കമാന്നൊരു അക്ഷരം ഉരിയാടാൻ പാടില്ല. രാത്രി പോയി വിളിച്ചോ, ഉറക്കപ്പായം എഴുന്നേറ്റ് വിളിപ്പുറത്ത് വരും. വന്ന് വാലുവാട്ടി നിൽക്കും. എവിടെ കിട്ടും കൊച്ചുമണി ഇത്? ഏത്? ഈ പറഞ്ഞ ഭസ്മം ഉണ്ടാക്കണം. എങ്ങനെ? കുറച്ച് മെനക്കേടുണ്ട്. പറ. എണ ചേർന്നിരിക്കുന്ന ഓന്തില്ലേ, ഓന്ത്, അതിലെ ചാണകം എറിഞ്ഞു പിടിക്കണം. അതും ചെന ഇളകി നിൽക്കുന്ന പശുവിന്റെ ചാണകം കൊണ്ട്. ചാണകത്തിനുള്ളിലിരുന്ന് അതങ്ങ് ചത്തോളൂ. അതിനെ പൊതിഞ്ഞെടുത്ത് മച്ചിത്തെങ്ങിന്റെ ഉച്ചി കൊണ്ടുവച്ചുണക്കി പൊടിയാക്കണം. എന്നിട്ട് അതിലൊരു മന്ത്രമുണ്ട്. ആ മച്ചിത്തെങ്ങിന്റെ ഉച്ചി വെച്ച് ഉണക്കുന്നു. നടപ്പുള്ള കാര്യം വല്ലതുണ്ടെങ്കിൽ അത് പറ കൊച്ചുമണി. സംഗതി സ്വല്പം പാടാം, പക്ഷെ അമ്പാനൊന്നും മെനക്കെട്ട. രണ്ടോന്തിനെ നിസ്സാരായിട്ട് പിടിക്കാവുന്നതേ ഉള്ളൂ. പിടിച്ച് തന്ന ബാക്കി അടിയനേറ്റു. അമ്പാൻ മനസ്സ് വിടണ്ട. നമ്മുടെ പണിക്കര മന്ത്രവാദിയുടെ കയ്യിൽ കാണൂ ഇത്. ഈ ഭസ്മം നമുക്ക് അങ്ങേരുടെ കയ്യിൽ നിന്ന് മേടിക്കാം. ഒരു ഇച്ചിരി വല്ലാം കാശ് കൊടുക്കേണ്ടി വരും. എന്തു കൊടുക്കേണ്ടി വരും? തൽക്കാലം നമുക്കൊരു 5 രൂപയുടെ സാധനം മേടിച്ച് ഒരു പൂശ. 5 രൂപ മതിയോ? ആ, അത് നമുക്കുണ്ടാക്കാം. അമ്പാനെ, ആത്മധൈര്യം പോയാൽ ആണുങ്ങള് ആടലോടകം പോലെയാ. സ്വാഹ. നേരം വെളുക്കുന്നതിന് മുമ്പ് കുളിച്ചല്ലോ. എവിടെ പോവാനാ? അല്ല, ഇന്ന് ഭസ്മം തൊടിയിലൊക്കെ ഉണ്ടല്ലോ. എന്തുവാ വിശേഷം? നീ പോടാ.
പപ്പു ലൈബ്രറിയില്? ഇല്ല. അന്ന് എന്തിനായിരുന്നു പപ്പു ഭസ്മം തൊട്ടുകൊണ്ട് തപസ്സിരുന്നത്? എന്തിനായിരുന്നു? ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വശീകരിക്കാൻ. ആ? ആരെയാ പപ്പൂസിനെ വശീകരിക്കേണ്ടത്? രതി ചേച്ചിയെ. പപ്പൂസ്, അതെ. എന്താ ഊട്ടി ഇത്? സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ട് തോന്നിയാസം കാണിക്കുകയാണോ? മതി, മേലിൽ എൻ്റെ അടുത്ത് ഈ കളിയും തമാശയും കൊണ്ട് വന്നേക്കരുത്. പറഞ്ഞേക്കാം. ഛേ. എന്ന് വരുമെന്ന് എഴുതിയിരിക്കുന്നേ? അടുത്ത ആഴ്ച ആളിങ്ങെത്തും. പോസ്റ്റ്മാൻ വന്ന് കയറിയപ്പോ മുതൽ ടീച്ചറുടെ വെപ്രാളം ഞാൻ നോക്കുമായിരുന്നു. അതുപോട്ടെ, കൃഷ്ണൻ നായർ എന്ന് വരുമെന്നാ എഴുതിയിരിക്കുന്നേ? തീയതി എഴുതിയിട്ടില്ല. ആ, ഇവിടെ ചേച്ചിക്ക് വെക്കേഷൻ തുടങ്ങിയ പിന്നെ ചേട്ടനോട് ഇരിപ്പുറയ്ക്കുവോ? പട്ടാളക്കാരന്റെ ഭാര്യ ആയാലുള്ള ആദ്യ വല്ലോ നിനക്കറിയോ? എന്റെ അഭിപ്രായത്തില് പട്ടാളക്കാര് കല്യാണം കഴിക്കാൻ പാടില്ല. ആണ്ടി 2 മാസം അല്ലേ ഉള്ളൂ ദാമ്പത്യം. ബാക്കിയുള്ള നേരം മുഴുവൻ അവനെ കുറിച്ച് ഓർത്തുള്ള ആദ്യമല്ലയോ. അതുകൊണ്ടാ മാമൻ കല്യാണം കഴിക്കാതെ നിന്ന് പോയെ. പിന്നെ അല്ലാതെ. കേട്ടോ ടീച്ചറെ, പണ്ട് ഞാൻ ബർമയിലായിരുന്നപ്പോ അന്ന് ഞാൻ ഇങ്ങനൊന്നും അല്ല. ഒരു 26-27 വയസ്സ് പ്രായം. വൈകുന്നേരം ആവുമ്പോ ഒരു ഷോർട്സും ടീഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു ഈവനിങ് വാക്കിന് അങ്ങ് പോവും. അങ്ങനെ പ്രാക്ടീസ്. നിന്നെ പോലെ ഒന്നും അല്ല അന്നത്തെ ചെറുപ്പക്കാര്. അങ്ങനെ ഇരിക്കുമ്പോ വരുന്നു ഒരു കല്യാണാലോചന. എവിടാ? ബർമയില്. അവിടുത്തെ രാജകുമാരി ആയിരിക്കും ആലോചിച്ചോണ്ട് വന്നത്. ഒന്ന് മതിയാക്കും മാമ ഈ പുളുവടി. ദേ, ആരണ്ടൊക്കെ മാമനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതൊന്ന് പറയണ്ടേ? നീ വന്ന് പറയാ, ഞാൻ എങ്ങനെ അറിയുന്നേ? വല്ല പ്രസാദകരും ആയിരിക്കും എഴുതി കൊടുക്കാൻ താമസിക്കുന്നുണ്ടാ. ഇത്തവണത്തേക്ക് മാപ്പ്. പപ്പു, ദേ ഇവിടെ. പപ്പു, രതി ചേച്ചിയുടെ അമ്മയുണ്ടോ? ആ, പപ്പുവോ? അകത്തുണ്ട്, ചെന്നാട്ടെ. രതി ചേച്ചിയുടെ അമ്മേ. ചേച്ചി, മാഗസിൻ ഇനി താ പപ്പു. നട്ടുച്ചയ്ക്ക് വീട്ടിൽ കള്ളം കയറിയ പോലും അറിയില്ലല്ലോ. രതി ചേച്ചിയുടെ അമ്മ എവിടെ പോയി? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു.
കുളിക്കാൻ പോയി കാണും. എന്താ ഇപ്പോ? എന്റെ അമ്മ പറഞ്ഞു വീട്ടിലേക്കൊന്ന് വിളിച്ചോണ്ട് ചെല്ലാൻ. ആരെ? നിങ്ങളെയല്ല, രതിച്ചേച്ചിയുടെ അമ്മയെ. എന്തിനാ? ആ, അത് അവിടെ എന്തോ വിശേഷമുണ്ട്. വിശേഷോ? ആ, ഒരു വിശേഷമുണ്ട്. എന്താ അത്ര വലിയ വിശേഷം? ശാന്തിയില്ലേ, ആ നമ്മുടെ ശാന്തി. ആ ശാന്തി. ശാന്തി, വേഗം പറ പപ്പു. ഞാൻ ചെവിയിൽ പറഞ്ഞുതരാം. ശാന്തിയില്ലേ, ശാന്തിക്ക് ശാന്തി ഒരു വിശേഷം.